അനക്കെ എയിമേറ്റാൻ വെള്ളമടിച്ചട്ടിയും അപ്പം അത് കുട്ടീനെ കണ്ടല്ലോ. വെള്ളം പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അതായത് പകൽ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്നിട്ട് ഒന്നും പേര് പോകുമ്പോൾ എടുത്തിട്ട് പോകല്ലേ. ഇവിടെ ഇരിക്കാൻ വേണ്ടിക്ക് എന്താടാ സുഖം മക്കളെ, എന്താ സുഖം എന്ന് പറയാം. ഒരു രക്ഷയില്ലാത്ത വൈബ്. എന്താ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ, ഫ്രണ്ടിൽ കുറച്ച് ഇപ്പുറം വേണ്ട. വാവ്, ഓക്കെ. ഞാനിങ്ങനെ വേണ്ട ഒരു ചെറിയ കപ്പാലുണ്ട്, കപ്പാലത്തിനിടെ ഇങ്ങനെ ഇരിക്കുക. മീനുകളെ നോക്കി ഇടക്കിടക്ക് ഇടുന്നൊരു വലിയ മീനിങ്ങനെ തുള്ളുന്നുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. നല്ല രസമാണ് വീടിങ്ങനെ ഇതാക്കണ്ട, ഭയങ്കര വൈബ്. ഞാൻ ഇടയ്ക്ക് വൈകിട്ട് വന്നിരിക്കും. അതെൻ്റെ വീടതാ കണ്ടാ, ആ വീട് കണ്ടാ, ആ താമസിക്കുന്ന വീട്. ഇവിടെ ആരോ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കണ്ടാ, കുറേ മുമ്പേ ഇട്ടതാ. അത് കടലാസും സഞ്ചിയും കാര്യങ്ങളൊക്കെയാണ്, പ്ലാസ്റ്റിക്കാണ് സഞ്ചിയും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഉണ്ട്. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ടിൽ കുറച്ച് പുറം നല്ല രസമാണ്. ചീവീടുകളുടെ കരച്ചൽ, എന്ത് രസം എന്ത് രസം, എന്ത് സുഖം. ചീവീടുകളുടെ കരച്ചൽ, കൂറുകിലെല്ലാം പോയാൽ ചിക് 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 ചിക്. അത് വേറൊരു ഐറ്റം തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ വേറൊരു സാധനം, അത് ചീവീടിൻ്റെ വേറൊരു ടൈപ്പ് സാധനം. പല ടൈപ്പ് സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ടുട്ടു. ഇത് ചീവീടാണോ തവളയാണോ എന്ന് എനിക്കറിയില്ല. തവളയല്ല, തവള ബ്രോങ് എന്നല്ല ആക്കല്, പ്രൊക്കോ എന്നല്ല ആക്കല്. നിങ്ങൾ കേൾക്കുന്നില്ല സൗണ്ട്? യെസ്. കുറച്ച് നടന്നാലോ? ഇപ്പോൾ സമയം കേട്ടോ, 6 മണിയായിട്ടായി. നടക്കണേ ഇനി വേണോ? സമയം എന്താ ഇനി? 6:48. 6:48 കേട്ടോ. സമയം ഒരുപാട്. മണി കുറേ പോയി. നമ്മളുടെ മണി എന്ന് പറയും, മണി. എത്ര മണിയായി? ഇപ്പോൾ 6:48. അതായത് മരുവാൻ കൊടുക്കാനായി. എൻ്റെ ഐഫോണിൻ്റെ കവർ എങ്ങനെ ഉണ്ട് കണ്ടാ? അടിപൊളിയല്ലേ? നൈസാണോ? iPhone 70 കേട്ടോ. 70ൻ്റെ കവർ നല്ല കളറല്ലേ? ഈ കളറിൽ മറ്റേ ചെരുപ്പും വരുന്നുണ്ട്. മറ്റേ ക്രോക്സ് ടൈപ്പ് ചെരുപ്പില്ലേ, അതും വരുന്നുണ്ട്. അതും വാങ്ങണമെന്നുണ്ട്. അത് ഭയങ്കര മാച്ചായില്ലേ? മാച്ച്. അപ്പോൾ ഈ കവർ വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിൽ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലും എല്ലാം കൊടുക്കാം. ഓക്കെ, വേണ്ടവർ വാങ്ങിക്കോട്ടോ. നല്ല കളറല്ലേ? നല്ല കളറ്, നല്ല അട്രാക്ഷനൊക്കെ ആഗ്രഹിക്കുന്നതായിരിക്കും. മൊബൈൽ കവർ നല്ല അട്രാക്റ്റ് ചെയ്യണമെന്നുള്ളതായിരിക്കും. നല്ല അട്രാക്ഷൻ കളറ് വേണമെന്നുള്ളവർക്ക് വാങ്ങാട്ടോ. നൈസാ. ഞാനാണിങ്ങനെ കണ്ടാലും വെറുതെ ഒന്ന് വാങ്ങിയത്. ഒരു കവർ നോക്കിയിട്ട് പോയി. എവിടെ നിന്ന് അറിയാം? ഇത് തലശ്ശേരി എന്ന് വാങ്ങിയത്. തലശ്ശേരി മാളില്ലേ, ടോപ്പ് എന്നാൽ ഡൗൺ ടൗൺ മാളാണല്ലേ? ഡൗൺ ടൗൺ മാളിൽ അവിടെ ഞാനും പ്രൈത്ത് കുഞ്ഞങ്ങളും ഞാനും പ്രൈത്ത് കുഞ്ഞങ്ങളും പിന്നെ മിനീഷുണ്ടേ. നമ്മളൊരു പ്രോഗ്രാമിന് പോയതാ. അപ്പോൾ അവിടെ ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോർ ആയിട്ടാണ് ഒരു മൊബൈൽ ഷോപ്പുണ്ട്. അവിടെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടല്ലോ, അറിയാലോ, നല്ല തിരക്കുള്ളൊരു മാളാണ്. അപ്പോൾ മൊബൈൽ ഷോപ്പിൽ അവിടെ പോയാരങ്ങനെ അവിടെ നിന്ന് എനിക്കത് കവർ വേണം. എൻ്റെ കവറ് മോശമായിനി. അപ്പോൾ കുറച്ചായില്ലേ വാങ്ങിയുള്ള കവറാണ്. അപ്പോൾ അത് മോശമായെന്ന് തോന്നിയോണ്ട് അവിടെ നിന്ന് മാറ്റാമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈസാണ്. ഇതേ ഉള്ളൂ അവിടെ. വെച്ചാൽ ഇത് നല്ല അട്രാക്ഷൻ കണ്ടിട്ട് ഞാനങ്ങ് വാങ്ങി. ഇതൊരു നാഗപ്പീട്ടിന് ഇവിടെല്ലാം കുറേ കീനാക്കിരിക്കണ്ടല്ലോ. കീനാക്കിരി അന്ന് പറയില്ല, കീനാക്കിരിക്കുക. സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഹെവി ലൈമ്പോൾ തോന്നുന്നു. സ്കൈ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമില്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ അങ്ങനെ വാങ്ങിയതാ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം, വാങ്ങിക്കോട്ടോ. ഞാൻ ഇത് വാങ്ങേണ്ട ലിങ്ക് ടാഗ് ചെയ്യാം, വേണ്ടവർ വാങ്ങിക്കോ. രസമല്ലേ? 4 ആൾ കാണിട്ടെന്ന് ഇതിങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ ഹലോ നോക്കുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കണേ. നല്ല സാധനം, വെറൈറ്റി സാധനം. ഞാൻ നമ്മുടെ അടുത്തൊരു കപ്പാലത്തിൻ്റെ അടുത്ത് എത്തിയേട്ടാ. വേണ്ട, ഇവിടെ ഒരു സംഭവം കണ്ടു. ഇതിപ്പം കുറച്ച് സമയം മുമ്പ് നടന്നതാ. വേണ്ട, മിൽ വാട്ടറിൻ്റെ ബോട്ടിൽ, പിന്നെ ഇതാ ഒരു ഗ്ലാസ് ഉണ്ട്.
ഒരു ഗ്ലാസ് എന്താന്ന് പിന്നെ തോടണ്ട. ആ ഇതിൽ പൊട്ടുന്ന സാധനമെല്ലാം ഉണ്ട് കേട്ടോ. ഓ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ടോസും പിന്നെ എന്തോ പാക്കറ്റ് തിന്നുന്നു വേണോ. ഫുൾ ടോസ് എന്തോ തിന്നുന്ന സാധനം. അതുപോലെ ഗ്ലാസ്, ഒരു പൊളിച്ച ഫുൾ ടോസിൻ്റെ ഒരു പൊളിച്ച പാക്കറ്റ്, അതുപോലെ മിനറൽ വാട്ടർ. എൻ്റെ മോനെ മദ്യപാനം അല്ലേ? ആയിരിക്കൂലേ? ആയിരിക്കും. ഗ്ലാസ് ഉണ്ടല്ലോ. ആ അത് മദ്യപാനത്തിൻ്റെ പരിപാടി. ഈ പകലാ? ഈ പകൽ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്നിട്ട് മദ്യപാനാ? എന്തരാ എന്തെന്നാ അവസ്ഥ? അതിലതാ അവർ എന്നിട്ട് എടുക്കാണ്ട് പോയതാന്ന് തോന്നിട്ടാ. 2 പാക്കറ്റ് ഇതുണ്ട്, എന്തോ ബേക്കറി സാധനങ്ങളുണ്ട്. ഒരു ഫുൾ ടോസും ഒരു പാക്കറ്റ് ബേക്കറി സാധനമുണ്ട്. എടുക്കാണ്ട് പോയതാന്ന് തോന്നുന്നു. ഇപ്പം പകലെല്ലാം ഉച്ചക്കാറ്റം വന്നിരുന്നിട്ട് അടിച്ചായിരിക്കും. സാധനം അടിച്ചിട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ സാധനത്തിൻ്റെ കുപ്പിയൊന്നും ഇവിടെയില്ല. ഉണ്ടോ? ഇല്ലപ്പാ, സാധനത്തിൻ്റെ കുപ്പിയൊന്നും ഇല്ല. ഇല്ലല്ലോ, ഇല്ല ഇവിടെ ഇല്ല. അതന്നെ സംഭവം. കുപ്പി വേണമെങ്കിൽ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാവും. പുല്ലന്മാർ ഈ ഭാഗത്തോടെങ്കിൽ നിലത്ത് ഇട്ടിട്ടുണ്ടാവും. ഈ ഗ്യാപ്പിൽ ഇട്ടാലേ ഒന്നും ആരും കാണൂലല്ലോ. ഇതാ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ഇട്ടിട്ടുണ്ടാവും. വേണമെങ്കിൽ വെള്ളം ഇറക്കാൻ തോന്നുന്നു. ഇറങ്ങിപ്പോകുന്നുണ്ട്. കുപ്പീനെ നോക്കട്ടെ ഇവിടെ ഇടുമ്പോൾ. ഇതെല്ലാം കുട്ടിയാ. ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ടാൽ കാണൂല. ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ ഇട്ടിനെ കാണൂലല്ലോ. വെള്ളം ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ ചെയ്യരുത് കേട്ടോ ആരായാലും. ഇത് ചെയ്തവർക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാ പറയുന്നത്, ചെയ്യരുത്. ഓക്കെ? ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുപ്പി പൊളിച്ചിട്ടിട്ടുണ്ട് കുറേ എണ്ണം. കുപ്പികൾ ആടിയടിയും വലിച്ചിട്ടിട്ടും പൊളിച്ചിട്ടിട്ടും. കാര്യം എന്നറിയാം, പിന്നെ എന്നറിയാം, നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്ന് വെള്ളടിക്കരുത്. ഓക്കെ? എന്നിട്ട് കുപ്പിയൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് പോയരുത്. കാര്യം ഇതിലോട്ട് ആൾക്കാർ നടക്കുന്നതാണ്. കാലിന് മുറിഞ്ഞാൽ അറിയാലോ. അതുകൊണ്ട് ചെയ്യരുത് കേട്ടോ. അത്രേ പറയാനില്ലോ. നാടൻ വരെ പോയിട്ട് വരാം. ഒരാടെ ഇരുന്നിരുന്ന് കുറേ സമയം ആടെ ഇരുന്നിട്ട് ഫോണിനോട് ഇങ്ങനെ കളിക്കുന്നു. അപ്പം വിചാരിച്ചൊന്ന് നടക്കാം. ഒന്ന് വെച്ചോട്ടെ. അപ്പം വിചാരിച്ചൊന്ന് നടക്കാം. അനക്കെ ഈമേറ്റാൻ വെള്ളമടിച്ചട്ടിയും അപ്പം അത് കുട്ടീനെ കണ്ടല്ലോ. വെള്ളം പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന്, അതായത് പകൽ ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വന്നിട്ട് ഒന്നും പേര് പോകുമ്പോൾ എടുത്തിട്ട് പോകല്ലേ. വെള്ളം അടിച്ചത് തന്നെ തെറ്റ്. അവിടെ വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് വെള്ളം അടിച്ചത് തെറ്റ്. ആൾക്കാർ അതിലോട്ടെല്ലാം പോകുന്ന വഴിയല്ലേ. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നിട്ട് വെള്ളം അടിച്ചു തന്നെ തെറ്റാം. എന്നിട്ട് ആ തിന്ന സാധനം ആടാൻ ഇട്ടിട്ട് പോയിനി. ആ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ. ഭാഗം കൊടുക്കുന്നുണ്ട്. ഞാണ്ടല്ല ഇനി മുതൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളാണ് കാണേണ്ടത്. ഈ ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങൾ. പിന്നെ വരുവാൻ കൊടുത്ത്. പിന്നെ അവിടെ തൊപ്പീനെ കുറിച്ചിട്ട് എന്നോടിങ്ങനെ ചോദിക്കുന്നത്, എന്തായിക്കേ അവരെ പ്രശ്നം എന്തായി, തൊപ്പി പേടിയില്ലേ, എന്തായി? എടാ ഞാനെങ്ങനെയാടാ ഇതറിയൽ? തൊപ്പി പേടിയില്ലേ, തൊപ്പി എന്തായില്ലേ, എങ്ങനെയാണെന്നുള്ളത്, എവിടെയാണ് ഉള്ളത്, ഒളിവിലാണോ, അല്ല വല്ല കേസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലടാ. അവരെ പ്രശ്നങ്ങളൊന്നും എനിക്കറിയാം. ഞാൻ ഇതുവരെയായിട്ട് അവരായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല. എന്നെ തൊപ്പിക്ക് അറിയില്ല, എനിക്ക് തൊപ്പീനും അറിയില്ല. എപ്പോൾ 1-2 ലൈവ് വണ്ടി എന്നല്ലാണ്ട് എനിക്ക് ഐറ്റങ്ങളൊന്നും അറിയുകയും ചെയ്യില്ല. ഒറ്റൊരുവട്ടം ഞാൻ നേരിട്ടുണ്ടിനി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എടാ അറിയാം കാട്ടിലപ്പള്ളിയിൽ ഇക്കൊല്ലല്ല കഴിഞ്ഞല്ലോ കാട്ടിലപ്പള്ളിയിൽ ഉറൂസിന് പോയ സമയത്ത് രാത്രി ഞാൻ ഇങ്ങനെ കാട്ടിലപ്പള്ളിയിൽ ആ റോഡ് നിൽക്കുമ്പോൾ ഉണ്ട് ഒരു ഗ്യാങ് ഇങ്ങനെ വരുന്നു, ഒരാൾക്കൂട്ടം റോഡും മറ്റും ഇങ്ങനെ വരുന്നു. നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ഒച്ചപ്പാടാക്കിയിട്ടാണ് വരുന്നത്. കൂടുതൽ ആൾക്കാരെല്ലാം ഇങ്ങനെ പിള്ളേരാണ് കൂടുതൽ. പിള്ളേരിങ്ങനെ ഒച്ചപ്പാടാക്കുന്നത്. നമുക്കൊണ്ട് നടുക്ക് ഒരു വലിയൊരു തല ഇങ്ങനെ കാണുന്നു, കുറച്ച് പൊന്തിയിട്ട്. അപ്പോൾ ഇവൻ നല്ല ഹൈറ്റ് ഉണ്ട്, ഉള്ള ആൾക്കാരേക്കാൾ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ, അപ്പോൾ ഇവനിങ്ങനെ പൊതിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ വരെയുന്നു. ഫുള്ള് നിറച്ച ആൾക്കാർ പൊതിഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ വന്നിട്ട് എൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പോയി. അവിടെ ഇരിക്കുന്ന വാങ്ങാനിരിക്കുന്നില്ലേ, ഇങ്ങനെ ഇങ്ങനെ വാങ്ങാനിരിക്കുന്നവർക്ക് കൂടിയില്ല ഏതോ ചെക്കനെ ഒന്ന് പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നടന്നിട്ട് അവർ മക്കാവിനെ അങ്ങോട്ടേക്ക് പോയി. ഫുള്ള് ഒച്ചപ്പാടും കുഴപ്പവും. അയ്യോ
പിള്ളേരുടെ ഒച്ചപ്പാടും വാക്കലും കൂക്കലും ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇത് ആകെ കൂടി കണ്ടതോ ഞാൻ അവരായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലടോ, ഇതുവരായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അവർക്ക് എന്നെ അറിയാമെന്ന് തന്നെ അറിയില്ല. ഞാനിപ്പോൾ വല്ലപ്പോഴും ലൈവ് ഏതോ കുറച്ച് ലൈവ് കണ്ടിട്ടുണ്ട്, വല്ലപ്പോഴും മുമ്പ് ലൈവ് കണ്ടിട്ട്. പിന്നെ ഇപ്പോൾ ഈ പ്രശ്നമായ സമയത്തെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, ഏത് ലൈവ് കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ആകെ കൂടി എൻ്റെ ലൈഫിൽ ആകെ ഞാൻ നേരിട്ട് പോകാൻ കണ്ടതാണ്. ഇത് നമ്മളിവിടെ അടുത്താണ് മാങ്ങാട്ടുപറമ്പ്. മാങ്ങാട്ടുപറമ്പ് നമ്മളിവിടെ അടുത്ത് തന്നെ മാങ്ങാട്ടുപറമ്പ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടെ തന്നെ, നമ്മളടുത്ത നാട്ടിലാണ് മാങ്ങാട്ടുപറമ്പ്. അവിടെയാണ് അവൻ്റെ വീട്. അല്ലാണ്ട് വേറൊന്നും അറിയാൻ ചെയ്യില്ലടോ, അതിനൊന്നും എനിക്ക് അറിയാനില്ല. പിന്നെ ഈ എന്നോട് വെച്ചിട്ടെന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്കും അറിയില്ല. ഞാനെന്നാ പറയേണ്ടി. അത്രയേ ഉള്ളൂ. പിന്നെ ലൈറ്റ് ഓർ വന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ കുത്തനെ പിടിക്കുന്നു. കുത്തനെ താത്ത് പിടിക്കുമ്പോൾ ഇരുട്ടാവും. കണ്ട ഫേസ് ഇരുട്ടാകുന്നുണ്ട. പിന്നെ ഒന്നാമതിനെ വെളുത്ത ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഫേസ് ഡാർക്കായിട്ട് കാണും. അതാ പ്രശ്നം. ഈ ഇരിക്കാനും നടക്കാനും വൈകിട്ട് നല്ല സുഖമുള്ള ഏരിയ കേട്ടോ എൻ്റെ നാട്ടിൽ. ഈ ഏരിയ നല്ലൊരു ബോർഡുണ്ടല്ലോടാ. ഇതെന്താണ്? 7ാം ഗ്രാമപഞ്ചായത്ത് മാലിന്യം വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത്. മണ്ണും വെള്ളവും വായുവും മലിനമാക്കുന്നവർക്കെതിരെ നമുക്ക് കൈകോർക്കാം. കൈകോർക്കാം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ശിക്ഷാർഹമാണ്. ആ ബോർഡിന് താലന്യത പ്ലാസ്റ്റിക് ഇതല്ലോ കണ്ടോ. ആ ബോർഡിന് നേരെ താല് തൈപ്പുറം പ്ലാസ്റ്റിക്. മദ്യത്തിൻ്റെ കുപ്പികൾ കണ്ടോ. ഇതാ കുപ്പി അതാ ആടതാ. അത്രയേ ഉള്ളൂ സംഭവം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഈ മദ്യത്തിൻ്റെ കുപ്പികൾ കണ്ടോ. ഇതെല്ലാം പൊട്ടിക്കാണ്ട് കിട്ടിയാൽ ഒന്നും പൊളിച്ചിട്ടില്ല. ഇവിടെ എല്ലാം കുപ്പികളാ. ഇതെല്ലാം പഴയ കുപ്പികൾ കണ്ടോ. ഇത് പൊളിച്ചിനെങ്ങനെ പ്രശ്നമല്ല. ഇതിലൂട്ടെല്ലാം ആൾക്കാർ ഇങ്ങനെ പോകുന്നതാ. വൈകിട്ട് പകല് വണ്ടികളെല്ലാം പോകും, ആൾക്കാർ നടന്നിട്ട് പോകും. പക്ഷേ വൈകിട്ട് ഇങ്ങനെ ഇതിലൂട്ടെല്ലാം നടക്കാൻ പോകുന്ന ആൾക്കാർ, നടക്കാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം കാലിന് തറക്കും. അങ്ങോട്ടെല്ലാം പൊട്ടിച്ചിട്ടിട്ട് ഞാൻ കണ്ടില്ല മുമ്പ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിലുണ്ട്. അങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ടല്ലോ. പൊട്ടിച്ചിടരുത് കേട്ടോ, കാലിന് തറക്കും. അറിയാലോ, ഇത്തരം തറച്ചതിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്ലഡ് തന്നെ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വന്നിട്ട്, ഇത് വെള്ളമടിക്കുന്ന ടീമിനോടാണ്, എല്ലാവരോടും ഇല്ല കേട്ടോ. ഈ ഇങ്ങനെ പരസ്യമായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് വെള്ളമടിക്കുന്ന ടീം ഉണ്ടാവില്ലേ, അവരോട് പറയുന്നത് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വന്ന് വെള്ളമടിച്ചിട്ട് ഇതൊക്കെ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകരുത്. ഓക്കെ, വേസ്റ്റൊന്നും ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകരുത്. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ പരിസരം മോശമാകുന്നൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം അറിയൂ, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞിരുന്ന. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരു വരമ്പ് പറ്റിയാൽ നടക്കുന്നത്, പോകുമെന്നറിയില്ല. വേണ്ട, അങ്ങോട്ട് വീണാൽ വെള്ളം, ഇങ്ങോട്ട് ഒന്നുമില്ല. റോഡിൽ ചളിയാന്ന് കംപ്ലീറ്റ്. അതാണ് ഈ റൂട്ട് നടക്കുന്നത്. ഇത് സൈഡ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്താൽ രാത്രി വന്നതിന് ഞണ്ട് കിട്ടും. ഞണ്ട് കമ്പി എടുത്തിട്ട് കുത്തി പിടിക്കായിരുന്നല്ലേ. ടോർച്ച് ഇല്ലടാ, അതാ പ്രശ്നം. ടോർച്ച് ഉണ്ട് നിങ്ങളുടെ താരടുത്ത് ടോർച്ച് ഉണ്ടോ? ടോർച്ച് ഉണ്ടെങ്കിൽ ഒന്നെനക്ക് അയച്ചെന്നേ. നല്ല പവർ ടോർച്ച് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞണ്ടിനാ കമ്പി എടുത്തിട്ട്, മോനയുടെ കമ്പി എടുത്തിട്ട് രാത്രി ടോർച്ച് കൊടുത്തിട്ട് ഇറങ്ങും. കമ്പിയും ടോർച്ച് കൊടുത്ത് ഇറങ്ങും. എന്നിട്ട് ഈ കല്ലിൻ്റെ ഇടയിലെല്ലാം, കല്ലിൻ്റെ സൈഡിലെല്ലാം ഞണ്ട് വെക്കുന്നുണ്ടാവും. ഒറ്റ കുത്തു ചാക്ക്. ഞാൻ മുമ്പ് കൊറോണ സമയത്തല്ലോ, നമ്മൾ ആ സമയത്തെല്ലാം രാത്രി അധികം ഇറങ്ങും ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ വീഡിയോയിലിടലുണ്ട്. ആ സമയത്ത് വീഡിയോയിലിട്ട് ഞണ്ടിനിങ്ങനെ കുത്തി പിടിക്കുന്നത് വേറെ രസമായിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പത്തലിൻ്റെ കൂടെ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് വെറ്റിച്ചിട്ടാക്കും. ഈ ഞണ്ടിൻ്റെ എനിക്ക് ഇങ്ങനത്തെ ഇതിൽ പുഴ മത്സ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞണ്ടാ. ചെമ്മീനും ഞണ്ടു, രണ്ട് സാധനം ഫ്രൈ ആക്കിയ ഒരു രക്ഷയുണ്ടാവില്ല മക്കളെ. എനിക്കിപ്പം തന്നെ പക്ഷെ ഭയങ്കര ചൂടാണ് ഞണ്ടും ചെമ്മീനും. കല്ലുമക്കായി, ഇളമ്പക്കായി, ഇതെല്ലാം ഭയങ്കര ചൂടാണ് ശരീരത്തിൽ. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടല്ലോ. ഇറച്ചി വേണമെന്നില്ല. ഇപ്പോൾ ബറലാക്കിയാൽ, ബറലാന്ന് പറയും നമ്മളിവിടെ, നമ്മളെല്ലാം ബറലാന്ന് പറയും. ബറലാന്ന് വെച്ചാൽ കറിയാക്കിയിട്ട് അത് വെറ്റിച്ചിട്ടുള്ള സാധനം ഇങ്ങനെ മുയ്ത്തെ ആ സാധനത്തിൻ്റെ ആ ചാറ് മതി, അത് വെറ്റിയ സാധനം മതി, വെറ്റിയ മസാല മതി. അത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല ടേസ്റ്റാണ്.
ആലോചിക്കാൻ കഴിയുന്നില്ല. ഈ രാത്രി ദോശൻ്റെ പരം പത്തലിൻ്റെ പരം ഇങ്ങനെ 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 പെരക്കിയിട്ടിങ്ങനെ ആ മസാല ഉണ്ടല്ലോ മക്കളെ. നിങ്ങൾക്ക് സത്യം പറ, നിങ്ങൾക്ക് വായിൽ വെള്ളം വന്നില്ലേ? വെള്ളം വന്നില്ലേ? സത്യം പറ. അപ്പോൾ ഒന്നൊന്നര സംഭവം. ആ ടേസ്റ്റ് ഞണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടല്ല, വേറെ തന്നെ ഒരു ടേസ്റ്റാണ് മക്കളെ. മോനെ ഞണ്ടര പിടിക്കാൻ ഇറങ്ങണം. രാത്രി ഫ്രീ ഉണ്ടെങ്കിൽ ഇറങ്ങും. ആയിട്ടില്ല, നല്ല കമ്പിയും ടോർച്ചും ഒപ്പിച്ചിട്ട് രാത്രി ഇറങ്ങിക്കാൻ നമുക്ക് ഞണ്ടര കിട്ടും. ഇത് വീട് നല്ല ഞണ്ടര കിട്ടും. കണ്ടോ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഞണ്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ഉണ്ടാവും. രാത്രിയാണ് കാണുക, രാത്രി ടോർച്ച് അടിച്ചാൽ കാണും. അവിടെ ഇരുട്ടായടാ, കണ്ണോട് കാണുമ്പോൾ ഇരുട്ടാന്ന്. ഞാൻ നടക്കാം. സംഭവം മനസ്സിലായില്ലേ? തിരിച്ചടക്കാം. അവിടെ ഇവിടെ കുറേ, ഇവിടെ എന്താ സംഭവം? കുറേ ബോട്ടിലിങ്ങനെ ഇതൊക്കെ വരിയായിട്ട് വെച്ചിട്ട് പല പല കമ്പനി സാധനങ്ങൾക്കുണ്ട് അങ്ങനത്തോളം. ഇതെന്താ സംഭവം? ഇതൊന്നും എടുക്കാൻ ആരും വരത്തില്ല. അതാ അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. ഇത് വരിയായിട്ട് വെച്ചിട്ടുണ്ടാണ്. ആരോ കൊണ്ടുപോകാൻ വേണ്ടിക്ക് വരിയായിട്ട് വെച്ചാന്ന് തോന്നിട്ടാ, പറക്കി വെച്ചാന്ന്. ഓക്കെ, അത് ഇവിടുത്തെ ആരോ പറക്കി വെച്ചാന്ന് തോന്നട്ടാ. ഇവിടുത്തെ ആരോ പറക്കി വെച്ചാ. അത് എന്നാൽ അത് സൈഡിലിങ്ങനെ പറക്കി വെച്ചതാ. ഇവിടെ ആരോ ഇങ്ങനെ ആൾക്കാരെല്ലാം കുടിച്ചിട്ട് ഇട്ടത് ആരെങ്കിലും പറക്കി വെച്ചായിരിക്കും. 7:12 കേട്ടോ. എന്നിട്ട് ലൈറ്റ് കണ്ട, ക്യാമറ നല്ല ലൈറ്റ് ഇല്ലേ, ക്ലാരിറ്റി ഇല്ലേ? ലൈറ്റ് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പക്ഷെ എന്നാലും എനിക്കില്ല, നല്ല ലൈറ്റ് ഉണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. ക്യാമറയിൽ കാണുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട്, ഗ്രെയിൻസ് ഉണ്ടാവും, എന്നാലും ലൈറ്റ് ഉണ്ട്. പക്ഷെ നേരിട്ടാണുമ്പോൾ ഇരുട്ടാട്ടോ, കുറച്ച് ഇരുട്ടാ, നല്ല ഇരുട്ടാ. ക്യാമറയിൽ കാണുന്നതിൻ്റെ പകുതി പോലും ഇതില്ല. കാരണം നിലാവ് കണ്ട. ലാവുദിക്കണ നേരമായിതാ പ്രിയ സാജിത, മാല കോർത്തു ചാർത്തീതാ, മാറിലായി ചാർത്തീതാ, പിച്ച ബൈത്ത് പാടീതാ, മണ്ണ് വയ്യും കാലമായിതാ പ്രിയ സാജിത, കൂടൊരുക്കി കാത്തിരിക്കുമെൻ, കൂട്ടിനായി പോരാമോ എൻ്റെ പ്രണയസഖി, പോരാമോ? അവിടെ ഞാൻ തിരിച്ചു നടക്കാനേ. ഇതാ മൂവ്മെൻറ്റേ കൂടി ഇതാ വീണ്ടും ഞാൻ തിരിച്ചു നടക്കുന്നു മക്കളെ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ വീണു പോകും. ക്യാമറയിൽ നോക്കി നടന്നാൽ ഒരുപക്ഷെ ഞാൻ പോകും. പാമ്പുണ്ട് നോക്കണോ എൻ്റെ മോനെ. പാമ്പ് പേടിയാന്ന്. പാമ്പിൻ്റെ കടിയൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ മക്കളെ. നടക്കുമ്പോൾ ശ്രദ്ധിച്ച് നടക്കുക. ക്യാമറ നോക്കി നടന്നാൽ വീണ് പോകും. പുതിയ ഗ്ലാസ് ഇറക്കി. സ്പെക്സ് എങ്ങനെയുണ്ട്? പറഞ്ഞേ, എങ്ങനെയുണ്ട്? ഇതാകുമ്പോൾ എന്നാ അറിയാം, എൻ്റെ പഴയ സംഭവം. ഞാൻ പണ്ടിങ്ങനെ ഇടില്ലേ കുറേ മുമ്പ്. ഇപ്പോൾ കുറേ ഇടാത്ത അല്ലേ? യെസ്, ഇപ്പം കുറേ ഇടാത്ത. കണ്ടോ, നമുക്കിങ്ങനെ പ്രാണിയെല്ലാം വീണ് ഇങ്ങനെ ചൊറിയാം. കണ്ടോ, കണ്ണലിപ്പോൾ ചൊറിയണമെങ്കിൽ ഇങ്ങനെ ചൊറിയാം. സ്പെക്സ് എന്ന് പറയാം, ഗ്ലാസ് എന്ന് പറയാമെങ്കില. സ്പെക്സ് ഇതാണ് സ്പെക്സ്. പോവാ. യെസ് സാർ. അപ്പോൾ ഇനി മുതൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇനി മുതൽ തൊപ്പിനെയും ടീമിനെയും കുറിച്ച് എന്നോട് ചോദിക്കരുത്. കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്കറിയുന്ന പോലെ എനിക്കറിയും. ഞാൻ ഐറ്റങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, യെസ്, കമോൺ. ഇതെന്താ ഇത്? പ്ലാസ്റ്റിക്കുകളുടെ കൂമ്പാരമോ? ചെയ്യരുത് മക്കളെ, ചെയ്യരുത്. അരുത്. അല്ലടാ, ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആരും വരത്തില്ല ഇങ്ങോട്ടൊന്നും. പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവരൊന്നും ഇല്ല. ഞാൻ കാര്യത്തിൽ ചോദിക്കുന്നത്. പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്കൊന്നും ഇങ്ങോട്ടൊന്നും വരത്തില്ലാമോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അയക്കാം കേട്ടോ. വീടെല്ലാം പ്ലാസ്റ്റിക് ഉണ്ട് ഇഷ്ടം പോലെ. പ്ലാസ്റ്റിക് ഇപ്പം ഏറ്റവും പൈസ ആക്കുന്ന ആരാന്നറിയാം? ഏറ്റവും കൂടുതൽ പൈസ ആക്കുന്നത് ആക്രി കച്ചവടക്കാർ. നമ്മളിവിടെ നല്ല പൈസ ആക്കുന്ന ആക്രി കച്ചവടക്കാർ. ഒരു നോർമൽ ആൾക്കാരല്ലേ, പിന്നെ ഡോക്ടറും എൻജിനീയറൊക്കെയാണ് വലിയ പൈസ വാങ്ങുന്നതെന്നൊന്നും പറയരുത്. അവരാണ് വലിയ പൈസ ഉണ്ടാക്കുന്നതെന്നൊന്നും പറയരുത്. അവർക്കെല്ലാം നല്ല പൈസ ഉണ്ടാക്കും. അവർ BMW കാറിൽ പോകും, അങ്ങോട്ട് പോകും, വലിയ വീടെടുക്കും, ബംഗ്ലാവ് എടുക്കും, എല്ലാം ചെയ്യും. പക്ഷേ നോർമൽ ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആക്രി കച്ചവടം എന്നെല്ലാം പറയുമ്പോൾ ആക്രി കച്ചവടം കാട്ടൻ പറക്കാരാ, അല്ല പ്ലാസ്റ്റിക് എടുക്കുന്നയാ, പാത്രം എടുക്കുന്നയാ.
അങ്ങനെയെല്ലാം പറയും. പക്ഷേ ഏറ്റവും നല്ലോണം പൈസ വരുന്നത് ആക്രി കച്ചവടത്തിലാട്ടോ. ഇവിടുന്ന് കയറ്റി വിടുമ്പോൾ തന്നെ ലോറി കണക്കിന് സാധനങ്ങൾ. അടിപ്പോൾ ഈ ലൈറ്റ് കുറഞ്ഞു, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. കണ്ട റോഡിൽ പ്ലാസ്റ്റിക് കണ്ട കുപ്പി, അയ്യോ കണ്ട 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 ഞാൻ പറഞ്ഞെങ്ങനെയുണ്ട് എടാ ഇരുട്ടായിടാ. ഇരുട്ടായി. നമുക്ക് നാളെ പിന്നെ കാണാം നാളെ കാണാം. ബൈ.